ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് ശിമോൻ പത്രോസിനോട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകൾക്ക് നീ ആഹാരം കൊടുക്കുക, അവരെ മേയ്ക്കുക എന്ന് പറഞ്ഞു. ഫീഡ് മൈ ലാംസ്, എൻ്റെ കുഞ്ഞാടുകൾക്ക് നീ ഭക്ഷണം കൊടുക്കുക, അവയെ മേയ്ക്കുക എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. പിന്നെയും ചോദിക്കുക,
അടുത്ത ചോദ്യം വായിക്കാം. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. വീണ്ടും ചോദിക്കുകയാണ്. ഇതിനു മുമ്പ് ചോദിച്ചതിന് അല്പം ഒന്ന് വ്യത്യാസം വരുത്തി. രണ്ടാമതും അവനോട്, നീ എന്നെ സ്നേഹിക്കുന്നു, ഇവരിലെല്ലാം അധികമായി എന്നുള്ള വാക്ക് വിട്ടു കർത്താവ്. നോക്കണേ, ക്രിസ്തു മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക് താണുവന്ന് കെഞ്ചുകയാണ്. എല്ലാവരും അധികമായി നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ഇങ്ങനെ പ്രിയമുണ്ടെന്ന് പത്രോസ് പറഞ്ഞു. കർത്താവ് ഒരു പടി കൂടി താഴോട്ട് വന്നു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അടുത്ത വാക്യം. അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവേ, ശരിയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. പത്രോസ് അപ്പോഴും പഴയ മറുപടി തന്നെയാണ് പറയുന്നത്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞു. അതാണ് സ്നേഹം. എന്തിനു വേണ്ടി? എൻ്റെ ആടുകളെ പാലിക്കണം. ഈ ഇടയനോട് സ്നേഹമുണ്ടെങ്കിൽ ഇടയൻ്റെ ആടുകളെ പാലിക്കും. ദൈവത്തിന് സ്തോത്രം. അവരെ കറന്ന് പാൽ കുടിക്കുക മാത്രമല്ല, ആടിനെ കൊന്ന് തിന്നുന്ന അനേക ആളുകളുണ്ട്. അതിനിടവരാതെ ഈ ആടുകളെ പാലിക്കണം. ദൈവത്തിന് സ്തോത്രം. ആടുകളെ പാലിക്കണം, അത് ഉത്തരവാദിത്വമാണ്. ആടുകളെ പാലിക്കണം. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായി ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. മൂന്നാമതും ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ കർത്താവ് ഒരു പടി കൂടി താഴോട്ട് വന്നു. സ്നേഹം എന്നുള്ള വാക്ക് വിട്ടു. ആട്ടെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? മൂന്നാമത് ചോദിക്കുകയാണ്, നിനക്കെന്നോട് പ്രിയമുണ്ടോ? നീ പറഞ്ഞു എനിക്ക് എന്നോട് പ്രിയമുണ്ടോ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. ശരി, നിനക്കെന്നോട് പ്രിയമുണ്ടോ? നീ വാസ്തവമാണോ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. 3 പ്രാവശ്യം പത്രോസിനോട് കർത്താവ് ചോദിച്ചു. 3 പ്രാവശ്യം പത്രോസിനെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു. പ്രിയമുണ്ട്, പ്രിയമുണ്ട്, പ്രിയമുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 3 പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞു. 3 പ്രാവശ്യം കർത്താവ് പത്രോസിനോട് സംസാരിച്ചു. സ്തോത്രം. എന്തൊരു ഭാഗ്യം. സ്നേഹിതരെ, നിങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞതായ എല്ലാം യേശു അറിഞ്ഞിട്ടുണ്ട്. എല്ലാം തിരുത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നു. തിരുത്തുക. 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും തള്ളിപ്പറഞ്ഞു. പക്ഷേ ഇപ്പോഴിതാ 3 പ്രാവശ്യം പത്രോസിനെ കൊണ്ട് പറയും, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് 3 പ്രാവശ്യം പറയിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, പൂർവ്വപിതാവായ യാക്കോബ് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ചെറുപ്രായത്തിൽ അപ്പൻ്റെ അടുക്കൽ ഒരു നുണ പറഞ്ഞു. എന്താ നുണ പറഞ്ഞത്? നീ ആരാകുന്നു മോനെ എന്ന് അപ്പൻ ചോദിച്ചു. പാവം ഇസ്ഹാക്കിൻ്റെ കണ്ണുകാഴ്ച മങ്ങിപ്പോയിരുന്നു. അപ്പൻ്റെ കണ്ണുകാഴ്ച കുറഞ്ഞു പോയിരുന്നു. ആരാണ് മോനെ എന്ന് ചോദിച്ചു. ഞാൻ നിൻ്റെ ആദ്യ ഏശാവ്. പച്ചക്കള്ളം പറഞ്ഞു അപ്പൻ്റെ മുമ്പിൽ. പച്ചക്കള്ളം. ഞാൻ നിൻ്റെ ആദ്യ ഏശാവ്. മോനെ, നിൻ്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നില്ല, നീ അടുക്കളയ്ക്ക് അത് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. പാവം ആ കണ്ണുകാഴ്ചയില്ലാത്ത അപ്പൻ മോനെ തപ്പി നോക്കുക. യേശാവിൻ്റെ ശരീരത്തിൽ ധാരാളം രോഗങ്ങളുണ്ട്. യാക്കോബിൻ്റെ ശരീരത്തിൽ അത്രയും രോഗങ്ങളില്ല. അപ്പൻ തപ്പി നോക്കി. ശരിയാ, യേശാവ് തന്നെയായിരിക്കും, കാരണം രോഗമുണ്ട്. എങ്ങനെയാണ് രോഗം ഉണ്ടായത്? അവൻ ആട്ടിൻ തോല് കൊണ്ട് പൊതിഞ്ഞാണ് ചെന്നിരിക്കുന്നത്. സൂത്രവും കൗശലവും ഉണ്ടായിരുന്നു. സൂത്രവും കൗശലവും ഉപായിയായിരുന്നല്ലോ. അവന് ആട്ടിൻ രോഗം കൊണ്ട് പൊതിഞ്ഞ്, ആട്ടിൻ രോഗം കൊണ്ടുള്ള ഉടുപ്പ് പൊതിഞ്ഞാണ് ചെന്നിരിക്കുന്നത്. അപ്പം തപ്പി നോക്കിയപ്പോൾ ശരി, ധാരാളം രോഗം. അപ്പനെ കബളിപ്പിച്ച ആ യാക്കോബിനെ ദൈവത്തിന് അനുഗ്രഹിക്കണമെങ്കിൽ യാക്കോബ് സ്വന്തം നാവ് കൊണ്ട് ഏറ്റുപറയണം, ഞാൻ യാക്കോബ് എന്ന് ഏറ്റുപറയണം. യാബോക്ക് കടവിങ്കൽ യാക്കോബിന് ഇസ്രായേൽ എന്ന് പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം ചോദിച്ചു, നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചു. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിന്നെ വിടുകയില്ല. ശരി, അനുഗ്രഹിക്കാം, പക്ഷേ നിൻ്റെ പേരെന്ത്? യാക്കോബ് പറഞ്ഞു, ഏശാവും കൂട്ടർ എന്നെ ആക്രമിക്കാൻ വരുന്നു, എന്നെ പിടിച്ച് കൊന്നുകളയും, എന്നെ എൻ്റെ ഭാര്യമാരെ എൻ്റെ കുഞ്ഞുങ്ങളെയും എല്ലാം കൊന്നുകളയും. ഏശാവ് വരുന്നു. 20 കൊല്ലം കഴിഞ്ഞിട്ടും എൻ്റെ ചേട്ടൻ്റെ കോപം മാറിയിട്ടില്ല. എന്നെ കൊല്ലാനാണ് വരുന്നത്. ഇനി കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, എനിക്ക് വേറെ രക്ഷയില്ല. അപ്പോഴാണ് പറഞ്ഞത്, നിൻ്റെ പേരെന്ത്? സ്തോത്രം. തിരുത്തണം. യാക്കോബ് പറഞ്ഞു, ഞാൻ യാക്കോബാകുന്നു. പാവം വിക്കി പറയുകയാണ്, ഞാൻ യാക്കോബാകുന്നു. 20 കൊല്ലം മുമ്പ് സ്വന്തം അപ്പൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നിൻ്റെ ആദ്യ ഏശാവെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തിരുത്തി പറയണം, ഞാൻ യാക്കോബാകുന്നു എന്ന്. ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്നാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുത്താൻ വല്ലതുണ്ടോ നിങ്ങൾക്ക്? 3 പ്രാവശ്യം ഈ പത്രോസ് തള്ളി പറഞ്ഞു. 3 പ്രാവശ്യം പത്രോസിനെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു. തിരുത്താൻ എല്ലാം കണ്ടുവയ്ക്കുന്നതല്ലേ ദൈവം. എല്ലാം തിരുത്താം.
ഇന്ന് നമുക്ക് തിരുത്താൻ അവസരമുണ്ട്, ഇന്ന് നമുക്ക് നേരെയാകാൻ അവസരമുണ്ട്, ഇന്ന് നമുക്ക് മാപ്പി വയ്ക്കാൻ അവസരമുണ്ട്, ഇന്ന് നമുക്ക് ഹൃദയം തകർന്ന് കരയുവാൻ അവസരമുണ്ട്, ഇന്ന് അനുഭവിക്കാൻ നമുക്ക് സമയമുണ്ട്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ ജീവൻ തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, യാചിക്കാം, അപേക്ഷിക്കാം, നമുക്ക് മോചനത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ഇന്ന് അതിനുള്ള അവസരമുണ്ട്. നാളെയോ ആർക്കറിയാം? നാളെ ഈ ശരീരത്തിൽ ജീവൻ ഉണ്ടായിരിക്കുമോ ആർക്കറിയാം? നാളെ ഈ ശരീരം നിർജ്ജീവമായി കിടക്കുകയായിരിക്കുമോ ആർക്കറിയാം? നാളെ ഈ സമയത്ത് ഈ ശരീരം നിർജ്ജീവമായി വെറും തലയിൽ കിടക്കുകയാണോ അല്ലെങ്കിൽ കട്ടിൽ കിടക്കുകയാണോ ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. ഇന്ന് സുബോധമുണ്ട്, ഇന്ന് ഓർമ്മയുണ്ട്, ഇന്ന് ചിന്തിക്കാൻ കഴിവുണ്ട്, ഇന്ന് കേൾക്കാനുള്ള കേൾവിയുണ്ട്, ഇന്ന് നമുക്ക് ഏറ്റുപറയാനുള്ള അവസരമുണ്ട്. ഏറ്റുപറയണം, തിരുത്തണം, എല്ലാം തിരുത്തണം. സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എന്തെങ്കിലും തിരുത്താനുണ്ടോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവർ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താൻ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും പാകപ്പിഴകൾ വന്നത്, ആരെങ്കിലും മുറിപ്പെടുത്തിയത്, ആരെങ്കിലും വേദനിപ്പിച്ചത്? ഒരുപക്ഷെ സ്വന്തം ഭർത്താവിനെ ആയിരിക്കാം. സ്വന്തം ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ കാണാതെ അദ്ദേഹത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ഭാര്യയെ ഉപദ്രവിച്ചവർ, ഭാര്യയെ വേദനിപ്പിച്ചവർ, ആ സാധു സ്ത്രീയെ വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചവർ, ആയുധം കൊണ്ടൊന്നുമല്ല, വാക്കുകൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചവർ, ആ നിരപരാധിയായ സ്ത്രീയെ സംശയിച്ചവർ, അവൾക്ക് വേറെ ആരോടോ ബന്ധമുണ്ടെന്നൊക്കെ സംശയിച്ചു. അത് മനോരോഗമാണ്. അങ്ങനെ സംശയിക്കുന്ന രോഗം സംശയരോഗമാണ്, അത് ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ അതുകൂടാതെ എപ്പോഴും ഭാര്യയെ സംശയിക്കുകയും സാധുവിനെ മർദ്ദിക്കുകയും ചെയ്യുന്നവർ. തിരുത്താം, ഇപ്പോൾ തിരുത്താൻ തുടങ്ങാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടും. തിരുത്താം. നോക്കൂ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് തിരുത്താൻ വകയില്ലേ? ആലോചിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ തിരുത്തി. ഞാൻ മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിച്ചു. കർത്താവേ, വാഴോട് രാജശ്രീ സ്കൂളിലെ ഒരു 3 പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ചുരുപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കോളേജിലേക്ക് വന്നപ്പോൾ 9 കൊല്ലം മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ ഞാൻ തിരിച്ചു കൊടുത്തില്ല. ഹൈസ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന 3 പുസ്തകങ്ങൾ എൻ്റെ അലമാരി ഇരിപ്പുണ്ടായിരുന്നു. ഗവനിച്ചില്ലെന്നേ ഉള്ളൂ, മനഃപൂർവ്വമൊന്നുമല്ല, ഗവനിച്ചില്ല. ഈ 9 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ആ പുസ്തകവുമായിട്ട് നേരെ ഹെഡ് മാസ്റ്റർ മത്തായി സാറിൻ്റെ അടുക്കൽ ചെന്നു. സാറിന് അത്ഭുതം തോന്നി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇത് ഈ പുസ്തകം സ്കൂളിൻ്റെ പുസ്തകമാണ്. ഞാൻ ലൈബ്രറിയുടെ ചാർജ് എനിക്കുണ്ടായിരുന്നുകൊണ്ട് പുസ്തകങ്ങളെല്ലാം എൻ്റെ കസ്റ്റഡിയിലായിരുന്നു. താക്കോലിൻ്റെ കയ്യിലായിരുന്നല്ലോ. അതുകൊണ്ട് സാറേ, ഞാൻ ഈ പുസ്തകങ്ങൾ എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ് എടുത്തത്. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞു, കോളേജിൽ പോയതിന് ശേഷം ഞാൻ മറന്നുപോയി. സാർ ഇത് ദയവായിട്ട് സ്വീകരിക്കണം. സാറ് കുറച്ച് നേരം എൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കി. ദേഷ്യപ്പെട്ടല്ല, അത്ഭുതത്തോടെ. സ്തോത്രം. ഒന്ന് ഞാൻ പറയാം, അന്ന് ഞാൻ തകർന്ന് കരഞ്ഞ് സാറിനോട് മാപ്പ് ചോദിച്ചത് ആ സാറ് രക്ഷിക്കപ്പെടാൻ കാരണമായി തീർന്നു. സാറിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ഈ വീട്ടിലാണ് കഴിച്ചു കൂട്ടിയത്. സാറ് ഈ ഭവനത്തിലൊന്ന് താമസിക്കാനും വചനം കേൾക്കാനും എല്ലാം ഇടയായി. നാട്ടുകാർക്കൊന്നും മനസ്സിലായില്ല, എന്തിനാ സാറിങ്ങനെ യോഹന്നാൻ സാറിൻ്റെ കൂടെ നടക്കുന്നത് മനസ്സിലായില്ല. സ്തോത്രം. ഞാൻ അപ്പനെ പോലെ അദ്ദേഹത്തെ ബഹുമാനിച്ചു, ആദരിച്ചു. ദൈവത്തിന് സ്തോത്രം. കേരളത്തിലേക്ക് ഏറ്റവും പ്രസിദ്ധനായ ഹെഡ് മാസ്റ്ററായിരുന്നു അദ്ദേഹം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് അതൊരു മുഖാന്തരമായി തീർന്നു ഞാൻ മാപ്പ് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും തിരുത്താനുണ്ടോ? തിരുത്തിക്കൊള്ളൂ. ഒട്ടും ലജ്ജിക്കേണ്ട. തിരുത്തി കഴിഞ്ഞാൽ എന്തൊരു സമാധാനമാണെന്നോ, എന്തൊരു ധൈര്യമാണെന്നോ, എന്തൊരു ധൈര്യം, മനസ്സിന് എന്തൊരു കെട്ടുറപ്പാണെന്നറിയാമോ? ആർക്കെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും പൈസ എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ആരോടെങ്കിലും മേടിച്ച തുക കൊടുക്കാൻ മടിച്ചിരിക്കുന്നുണ്ടോ? നീ കൈവശമില്ല എങ്കിൽ ഞാൻ എത്രയും വേഗം തന്നുകൊള്ളാം കേട്ടോ. ക്ഷമിക്കണേ, ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. തീർച്ചയായും മുടക്കി തരിക എന്നുള്ളത് എൻ്റെ ഒന്നാമത്തെ ചുമതലയായിരിക്കും. എനിക്കൊരു പ്രയാസം വന്നപ്പോൾ നിങ്ങൾ സഹായിച്ചത് വലിയൊരു കാര്യമായിപ്പോയി. സഹായിച്ചത് വലിയ നന്ദിയുണ്ട് എനിക്ക്. ഞാൻ തിരിച്ചു തന്നോളാം കേട്ടോ എന്നൊരു വാക്ക് വിനയപൂർവ്വം പറയാനെങ്കിലും പഠിക്കണ്ടേ കൂട്ടായ്മക്കാർ? ദൈവമക്കൾ അതിനെങ്കിലും തയ്യാറാവണ്ടേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിത് തിരിച്ചു കൊടുക്കുകയില്ല എന്നുള്ള ചിന്തയോടുകൂടി കടം വാങ്ങിയവർക്ക് അവർക്കൊരു കൂസലുണ്ടാവില്ല. തിരിച്ചു കൊടുക്കാൻ പരിപാടിയില്ല. കടമേടിക്കാൻ നല്ല താല്പര്യം, നല്ല ഉത്സാഹമാണ്. എങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലും?
തിരുത്താതെ ദൈവത്തിൽ കിടന്ന് ചെയ്യാൻ സാധിക്കും? അനുഗ്രഹം കിട്ടുമോ? പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, 3 പ്രാവശ്യം ഏറ്റു പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് നീ അറിയുന്നുവല്ലോ. സ്തോത്രം. അപ്പോഴെല്ലാം കർത്താവ് ഒരു കാര്യം പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ മേയിക്കുക. സ്തോത്രം. ആടുകളെക്കുറിച്ചുള്ളതായ ഇടയൻ്റെ ആ അത്യഗാധമായ സ്നേഹമാണ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഉപകാരപ്പെട്ടത്. ആ സ്നേഹം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വരുതിയിൽ വരുന്നതായ കുഞ്ഞാടുകളെ നിങ്ങൾ പാലിച്ചു കൊള്ളുക. നിങ്ങളുടെ വീട്ടിലുള്ളതായ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരങ്ങളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം, ആരുമാകട്ടെ, നിങ്ങൾ അവരെ യേശുക്രിസ്തുവിൻ്റെ ആടുകളായി കണക്കാക്കിക്കൊണ്ട് അവരെ ക്രിസ്തുവിൻ്റെ ആലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, മുട്ടുമേലിത് കരയുക, തിരുത്താനുള്ളതെല്ലാം തിരുത്തുക. ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. അതുകൊണ്ടല്ലേ പെന്തിക്കോസ്ത് പെരുന്നാൾ ദിവസം പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ വലിയ കോലാഹലം ഉണ്ടായത് നിസ്സാരമാണോ? പെന്തിക്കോസ്ത് പെരുന്നാൾ ദിവസം സെഹിയോമാളിൽ എല്ലാവരും കൂടിയിരിക്കുകയാണ്. അന്ന് 120 ശിഷ്യന്മാരാണ് കൂടിയിരുന്നത്. അതിൽ ആ കൂട്ടത്തിൽ പത്രോസും ഉണ്ടായിരുന്നു. അവർ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, ശക്തി പ്രാപിച്ചു. 10 ദിവസത്തെ കാത്തിരിപ്പായിരുന്നു. സ്വകാര്യം മുതൽ 10 ദിവസം അവർ കാത്തിരുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു, ജാഗരിച്ച് കാത്തിരുന്നു, ഉപവാസത്തോട് പ്രാർത്ഥനയോടുകൂടിയിരുന്നു. അവർക്ക് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ശബ്ദമുണ്ടായി. 2-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ വലിയൊരു അനുഭവം ഉണ്ടായി. കൊടിയെ കാറ്റടിക്കുന്നത് പോലെ തിരുത്തിയാൽ, യഥാസ്ഥാനപ്പെട്ടാൽ നിങ്ങളുടെ മേൽ കൊടിയെ കാറ്റടിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവാഹം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പകരും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. കൊടിയെ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അവരുടെ വീട് മുഴുവനും, ആ ഇരുന്ന വീട് സെഹിയോൻമാളി, അത് മുഴുവൻ അങ്ങ് കാറ്റ് വന്നങ്ങ് നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോ പുതിയ കാഴ്ചകൾ കാണാൻ തുടങ്ങി. അഗ്നി നാവുകൾ, നാവുകൾ, തീനാളം പോലെ ജ്വലിക്കുന്ന നാവുകൾ, പിളർന്ന നാവുകൾ പിളർന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഇത് ഓരോരുത്തരുടെ മേലും ഈ നാവ് വന്ന് പതിഞ്ഞു. ഓരോരുത്തരുടെ മേലും ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ ഓരോരുത്തരുടെ മേലും വന്ന് പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സ്വർഗീയ ഭാഷയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ആർക്കും മനസ്സിലാകുന്നില്ല, സ്വർഗീയ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ വന്നവർക്കെല്ലാം അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലായി. നാട്ടുകാർ വന്നിരുന്നു, അവരെല്ലാവരും വന്നു, അവരെല്ലാം അവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ ഇവർ സംസാരിക്കുന്നത് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ ഞാൻ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം മാത്രമേ. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിക്കാം, പരിശുദ്ധാത്മാവിൽ സംസാരിക്കാം. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി? അന്ന് 3000 പേർ തിരിഞ്ഞു. 3000 പേര്. അതിൻ്റെ നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാം. പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. വായിച്ചേ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. സ്തോത്രം. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? എന്ത് ചെയ്യേണ്ടു? ഇന്ന് പഴയ പത്രോസല്ല. യഥാസ്ഥാനപ്പെട്ട പത്രോസ് ധീരനായി, യഥാസ്ഥാനപ്പെട്ട പത്രോസ് ശക്തനായി, യഥാസ്ഥാനപ്പെട്ട പത്രോസ് വീരനായി. പത്രോസിൻ്റെ ഉള്ളിൽ ആത്മാവ് ജ്വലിക്കാൻ തുടങ്ങി, കത്തി ജ്വലിക്കാൻ തുടങ്ങി. തിരുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. തെറ്റുകൾ തിരുത്തി പുതിയ ജീവിതം സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് നിറയും. പഴയ ഭീരുത്വമെല്ലാം മാറിപ്പോയി. സ്ത്രീയുടെ മുമ്പിൽ ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ് ഇപ്പോൾ ധീരനായി അവൻ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ ക്രൂശിച്ച ആ യേശു, ദൈവം അവനെ ഉയർപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികൾ. പത്രോസിൻ്റെ പ്രസംഗം അതാണ്. 3 വാക്കേ പറഞ്ഞുള്ളൂ, 3 കാര്യമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, ജീവനായകനെ നിങ്ങൾ ക്രൂശിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികൾ. ഹല്ലേലൂയ. ആ യേശു ജീവിക്കുന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ അനുഭവിച്ചതുമെല്ലാം ഞങ്ങൾക്ക് ഓർമ്മയിലുണ്ട്. ആ യേശു ഇന്ന് ജീവിക്കുന്നു. നിങ്ങൾ ക്രൂശിച്ചപ്പോൾ തീർന്നതല്ലേ നിങ്ങൾ വിചാരിച്ചത്? ഇല്ല, തീർന്നില്ല. അത്ഭുതങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. ധീരതയോടെ പ്രസ്താവിക്കുകയാണ്. 3000 പേരെന്ന് സഭയോട് ചേർന്നു. 3000 പേര്. സ്തോത്രം. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? സാക്ഷാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം വരുമ്പോൾ
തെറ്റിനെക്കുറിച്ച് ഓർമ്മ വരും. അയ്യോ, ഇനി എന്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തിരുത്തേണ്ടത്, എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടേണ്ടത്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിലവിളിച്ചു. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം, അത്ഭുത പ്രവാഹം വന്നു. ആത്മാവിൻ്റെ തീജ്വാല പകർന്നു. ആത്മാവിൻ്റെ കൊടുങ്കാറ്റടിച്ചു. സ്തോത്രം. സ്വർഗീയ അഗ്നി. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഇന്ന് അഗ്നി നിങ്ങളുടെ മേലെ വന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ആ തീ നിങ്ങളുടെ മേലെ വന്ന് ഇറങ്ങിയെങ്കിൽ നന്നായിരുന്നു. ആ കാര്യം നിങ്ങളുടെ മേലെ ഊതിയെങ്കിൽ നന്നായിരുന്നു. സ്തോത്രം. ഇന്ന് നാനാദേശങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവരും ആ തീ കൊണ്ട് നിറഞ്ഞാൽ എന്ത് നന്നായിരുന്നു. അവരുടെ മേലെല്ലാം ആ പിളർന്ന തീ നാവ് വന്ന് പതിഞ്ഞാൽ എന്ത് നന്നായിരുന്നു. ആ പിളർന്ന തീ നാവുകൾ ഓരോരുത്തർ മേലും വന്ന് പതിയുന്നത് ഇന്ന് അനുഭവിച്ചാൽ എന്ത് നന്നായിരുന്നു. സ്തോത്രം. കർത്താവ് ആശിക്കുകയാണ്. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പഴയ പ്രതാപത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പഴയ കൃപയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പഴയ വീര്യത്തിലേക്കും ധീരതയിലേക്കും നിങ്ങൾ കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പഴയ സാക്ഷ്യത്തിലേക്ക് നിങ്ങൾ മടക്കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഒരുകുവീൻ, നിങ്ങളൊന്ന് തകരുവീൻ. സ്തോത്രം. ഉള്ള ഒരുകട്ടെ, ഹൃദയം തകരട്ടെ, ഹൃദയം നുറുങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് താഴുവീൻ. പ്രിയപ്പെട്ടവരെ, ഒന്ന് എളിവപ്പെടുവീൻ. അവനോട് വാക്കു പറയും, കർത്താവേ, ഞാനോ എളിയവനും നിസ്സാരനുമാകുന്നു, എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. സ്തോത്രം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. എനിക്ക് ലോകപ്രകാരം പ്രതാപമൊന്നുമില്ല, എനിക്ക് ലോകപ്രകാരം വലിയ ഭംഗിയൊന്നുമില്ല, ലോകപ്രകാരം വലിയ ആഡംബരമൊന്നുമില്ല. കർത്താവേ, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഒരു ഗുണം എനിക്കുണ്ട്, വേറെ ഒരു ഗുണവുമില്ല. ആകെ ഒരു ഗുണമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന് എന്നെ ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ യേശുവിനെ ഇപ്പോൾ ഒന്ന് കാണുമോ? അരികത്തുനിന്ന് നിൽക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുമോ? ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളെ ഒരു കാര്യം ഫലമേൽപ്പിക്കുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് വീണ്ടും കർത്താവ് ഒരു കാര്യം കൂടി ഫലമേൽപ്പിക്കുന്നു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പായിക്കുക മാത്രമല്ല, എന്നെ അനുഗമിക്കുക എന്നൊരു കർത്താവ് പറഞ്ഞു. അവിടെ തുടർന്ന് വായിക്കുമ്പോൾ കാണാം, യോഹന്നാന്റെ ശേഷം 21 അധ്യായത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ കാണാം, എന്നെ അനുഗമിക്കുക. സ്തോത്രം. മറ്റാരുടെയും കാര്യം ഇപ്പോൾ ചിന്തിക്കേണ്ട. അപ്പോസ്തലനായ യോഹന്നാൻ എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ ആലോചിക്കേണ്ട. അപ്പോസ്തലനായ യോഹന്നാൻ എന്നെ സ്നേഹിച്ച ശിഷ്യനാണ്, അവൻ എന്താവും ഭാവിയെന്ന് നീ ആലോചിക്കേണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, മറ്റുള്ളവരുടെ കാര്യമൊന്നും നീ നോക്കണ്ട. മറ്റുള്ളവരെന്നെ അനുഗമിക്കുന്നുണ്ടോ, അവർ ശരിയായിട്ട് നിൽക്കുന്നുണ്ടോ നീ ചിന്തിക്കേണ്ട. നീ എന്നെ അനുഗമിക്കുക, നീ എന്നെ സ്നേഹിക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ. നീ എന്നെ സ്നേഹിക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, നീ എന്നെ അനുഗമിക്കുക. അനുഗമിക്കാൻ പോകുന്നവനായി ഒരാളേ ഉള്ളൂ, അനുഗാമികൾക്ക് ആശ്രയം. അനുഗമിക്കാൻ പോകുന്നതായി ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ കർത്താവേ, ഒരു ലോകനായകന്മാർ ആര് പിന്നാലെ പോയാലും ഒന്നും കിട്ടുകയില്ല. അവസരം വരുമ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞു വരും, നിങ്ങളെ ചവിട്ടി മാറ്റിയെന്ന് വരും, നിങ്ങൾ തൊഴിച്ചകറ്റിയെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. അവരുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ മാറ്റിയെന്ന് വരും. ലോക നേതാക്കൾ അങ്ങനെയാണ്. എന്നാൽ സാക്ഷാൽ സർവാധിപതിയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു അരിമ ശിഷ്യനാകാൻ ഇടയായാൽ യേശു നിന്നെ വാത്സല്യത്തോടെ കാണും. യേശു നിന്നെ തൻ്റെ വേലകൾ ഫലമേൽപ്പിക്കും. യേശു അവൻ്റെ പിന്നാലെ പോകുവാൻ തന്നെ കൊണ്ട് നിങ്ങളെ യോഗ്യരാക്കി മാറ്റും. നീ എന്നെ സ്നേഹിക്കുക, നീ എൻ്റെ ആടുകളെ പാലിക്കുക, നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അന്ന് യഥാസ്ഥാനപ്പെട്ട ആ ദിവസം പത്രോസിൻ്റെ മ്ലാനതയെല്ലാം മാറി, പത്രോസിൻ്റെ ക്ഷീണമെല്ലാം മാറി, പത്രോസിൻ്റെ വിഷാദമെല്ലാം മാറി, പത്രോസിൻ്റെ മുഖം വാടിയതെല്ലാം മാറി. പത്രോസ് ധീരനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരാളെ ധൈര്യപ്പെടുത്താതെ ആർക്ക് ധൈര്യപ്പെടാൻ സാധിക്കും? ദൈവം ധീര തരാതെ ഒരാൾക്ക് എങ്ങനെ ധീരനാകാൻ സാധിക്കും? യേശു ക്രിസ്തുവിൻ്റെ കൃപ ലഭിക്കാതെ എങ്ങനെ ധീരനായി വരാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. പത്രോസ് അത്ഭുത കൃപ പ്രാപിച്ചു, ദൈവത്തിന് കൃപാവരം പ്രാപിച്ചു. പത്രോസ് പിന്നെ പ്രവർത്തിക്കുകയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം തീരുന്നവരെയും പത്രോസിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ നമ്മളെ കൊടുക്കാം, വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു കലവറയും കൂടാതെ ഏൽപ്പിച്ചു കൊടുക്കാം, ഒരു വ്യവസ്ഥയും കൂടാതെ ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്കിന്നത് വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല. കർത്താവേ, ഞാനിതാ നിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിൻ്റെ മകൻ. കർത്താവേ, ഞാനിതാ നീ ഇത്തിരി രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിൻ്റെ മകൾ. എൻ്റെ കർത്താവേ, നിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഞാൻ. നിൻ്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം നീ എന്നെ സ്നേഹിച്ചല്ലോ. നിൻ്റെ സ്വന്തം ജീവരക്തം ഊറ്റി എന്നെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം നീ എന്നെ മാന്യമായി എണ്ണിയല്ലോ. കർത്താവേ, അത്രമാത്രം വിലയേറിയായി നീ എന്നെ കണ്ടല്ലോ. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ഈ നിസ്സാരമായ ജീവിതം,
ഈ ആയുസ് അല്പശിഷ്ടമായ ഈ ആയുസ്, ഏതാനും കാലങ്ങൾ, ഏതാനും നാളുകൾ മാത്രമുള്ള ഈ ആയുസ് ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നിൻ്റെ കൈകളിലേക്ക് എൻ്റെ ജീവിതം ഞാൻ ഇതാ വെച്ച് തരികയാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുവേ, എൻ്റെ നല്ല ഇടയനായ യേശുവേ, എൻ്റെ സ്നേഹനിധിയായ യേശുവേ, എൻ്റെ കൃപയുടെ നിറവായ യേശുവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഇതാ എന്നെ ഏൽപ്പിച്ച് തരികയാണ്. യേശുനാഥ, എന്നെ നിനക്ക് ഞാൻ തരികയാണ്. ഞാൻ തിരികെ എടുക്കുകയില്ല കർത്താവേ. തന്നെങ്കിലും പലപ്പോഴും തിരികെ എടുത്തുപോയി എന്നാൽ ഇനി വ്യക്തമായി തീരുമാനം എടുക്കുകയാണ്. ഞാൻ തിരികെ എടുക്കുകയില്ല. തന്നതെല്ലാം നിൻ്റെ കയ്യിൽ, ഞാൻ എൻ്റേതായി ഇനി ഒന്നും എൻ്റെ കയ്യിലില്ല. എല്ലാവിധ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഭാവി ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ ആയുസ് ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ വയസ്സ് ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ ആരോഗ്യം ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കഴിവുകൾ ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ സമയങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. യേശുവേ, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും ഇതാ ഞാൻ എൻ്റെ രക്ഷകൻ്റെ കൈകളിലേക്ക് കൈമാറുന്നു. നാഥാ, നീ എന്നെ പിടിച്ചുകൊള്ളണമേ, നീ എന്നെ തൊട്ടുകൊള്ളണമേ. ആ തിരക്തം തൊടുമ്പോൾ ഞാൻ ജീവിക്കും. ആ തിരക്തം തൊടുമ്പോൾ ഞാൻ യഥാസ്ഥാനപ്പെടും. ആ തിരക്തം തൊടുമ്പോൾ ഞാൻ ശക്തനാകും. ആ തിരക്തം തൊടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരും. കർത്താവേ, ആ തിരക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. തിരക്തത്താൽ എന്നെ പൊതിയണമേ. തിരക്തത്താൽ എന്നെ കവർ ചെയ്യണമേ. തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. തിരക്തത്താൽ അത്ഭുത കൃപയാൽ എന്നെ ആവരണം ചെയ്ത് നിന്റെ തിരുമാറോട് എന്നെ നീ അണയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ സമയത്ത് ഞങ്ങളോട് മനസ്സിൽ ഞങ്ങളുടെ അരിയിലേക്ക് വന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗ്ഗം ചായച്ച് എഴുന്നള്ളി വന്ന നിത്യനായ രക്ഷകനായ യേശുവേ, അവിടുത്തെ പാതപീഠത്തിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു. അടിയങ്ങളെ വിശുദ്ധീകരിക്കണമേ, അടിയങ്ങളെ തേജസ്കരിക്കണമേ, നീതി വസ്ത്രത്താൽ ഞങ്ങളെ പൊതിയണമേ. അപ്പോൾ അതിൻ്റെ രാജ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അവിടെ രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ കർത്താവെ, ഞങ്ങളെയും കൂടെ ചേർത്ത് കൊള്ളണമേ. ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനകെട്ടിലുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.